നമസ്കാരം, സിം ടോക്സിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് സിം ടോക്സിൽ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്കിൽ കേരളം 3ാമത് എത്തിയിരിക്കുന്നു. കൂട്ട ആത്മഹത്യയിൽ കേരളം 2ാമതാണ്. തൊഴിൽ രഹിതരായ യുവാക്കൾ ജീവനൊടുക്കുന്നതിൽ കേരളം 1ാമതും. 2025 കണക്ക് പ്രകാരം ദിവസവും കൗമാരക്കാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഈ വർഷം വെറും 75 ദിവസത്തിനിടെ സ്വയം ജീവനൊടുക്കിയത് 1785 പേരാണ്. കൊറിയൻ സുഹൃത്ത് മുതൽ തൊഴിലില്ലായ്മ വരെ ആത്മഹത്യയുടെ കാരണങ്ങളായി പറയുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB പുറത്തിറക്കുന്ന കണക്കുകൾ വളരെ ഭീതിയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത്, കത്തോലിക്ക സഭയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്തൊക്കെയാണ്, കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദൈവശാസ്ത്രജ്ഞൻ ഫാദർ ഡോക്ടർ പോൾ കുഞ്ഞാനായിൽ, സൈക്കോളജിസ്റ്റ് സിസ്റ്റർ പ്രീമ CHF. സിസ്റ്റർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ കണക്കുകൾ, പ്രത്യേകിച്ച് ആത്മഹത്യയുടെ കണക്കുകൾ, അത് വളരെയേറെ ഭീതി ഉളവാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ ആത്മഹത്യ ഇത്രയേറെ കൂടാനായിട്ടുള്ള ഒരു കാരണം? തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വളരെ ഭീതിജനകമായി നമ്മൾ അനുദിനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയില് ഏറ്റവും 1ാം സ്ഥാനത്തേക്ക് കിടപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തലത്തില് കേരളം. കേരളത്തിലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെയധികം കൾച്ചർ അഡാപ്റ്റേഷൻ ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അക്കാഡമിക്കൽ ലെവലില് അവർക്ക് ഒരു പ്രഷറുണ്ട്. ഒപ്പം തന്നെ കുട്ടികളിൽ ഡിജിറ്റൽ അഡിക്ഷൻ നല്ലതുപോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ യുവജനങ്ങളുടെ അടിയിൽ കടന്നു വരികയാണെങ്കിൽ അവർക്കൊരു കരിയർ അനിശ്ചിതത്വം ഉണ്ട്. അതുപോലെ വേറൊന്നാളാണ് ആ കാലഘട്ടങ്ങളിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ മറ്റു വളരെയധികം ശോചനീയമായി നോക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലെ പെർഫെക്ഷനിസം. ഇതെല്ലാതും മുതിർന്നവരിലാണെങ്കിൽ പ്രായമായവരിലാണെങ്കിലും ഈ ഒരു അനുഭവത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മൾ ഈ കൾച്ചർ അഡാപ്റ്റേഷൻ നല്ല രീതിയിലല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട വിധത്തില് ഒരു മെന്റൽ ഡിസ്പോസിഷൻ വരാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നിസാര കാര്യങ്ങളില് അവർക്ക് വരുന്ന വേദനയുടെ ആധിക്യവും അല്ലെങ്കിൽ ഏകാന്തതയുടെ ആഴവും, നമ്മൾ പറയുകയാണെങ്കിൽ ആത്മഹത്യ ഒരു പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തള്ളിവിടാൻ പറ്റില്ല അവരെ. ആത്മഹത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നാളും ഈ വ്യക്തി അനുഭവിക്കുന്ന പല വേദനകളുടെയും ഒരു സമുച്ചയമാണ് ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തില് ഇത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ പാലക്കാടാണ്, പല കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും വളരെ അതിശയത്തോടു കൂടി ആത്മഹത്യക്കായി തയ്യാറെടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ കണ്ട് ഏറെ ദുഃഖത്തോടു കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളത്. അപ്പൊ സിസ്റ്റർ ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് കൗമാരക്കാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഉള്ളത്. അപ്പൊ ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അതായത് സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും നമ്മൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ കുട്ടികൾ അവരുടെ സെക്കൻഡ് ഹോമാണ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് അവരെ സംബന്ധിച്ച് മീഡിയയാണ് കുറേയും കൂടിയും അവരെ അറിവിന്റെ തലത്തിലേക്ക്, അവർക്ക് എല്ലാ അറിവും മീഡിയയിൽ നിന്ന് കിട്ടും. ഒരു സെക്കൻഡായിട്ട് അവർ പറയുന്നത് അവർ ഫ്രണ്ട്സാണ്, പിയർ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ കുട്ടികളിൽ നമ്മൾ ഇപ്പോൾ 3 തരത്തിലുള്ള ഒരു ഐഡന്റിഫിക്കേഷനാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന് ഡിപ്രഷനാണ്, നിസാര കാര്യങ്ങളിൽ അവർ അപ്സെറ്റ് ആവുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാണ് ഡിസ്ട്രസ്. എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ അത് സാധ്യതമാകാതെ ആകുമ്പോൾ അവർ ഒരുപാട് ഡിസ്ട്രസ്ഡ് ആവുകയാണ്. അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ നെക്സ്റ്റ് ലെവലിലേക്കാണ് ചിന്തിക്കുന്നത്, ഒരു തിരിച്ചുവരവിലേക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അത് കഴിയുമ്പോൾ അവരിൽ കാണുന്ന വേറൊരു വലിയ പ്രകടമായ മാറ്റമാണ് ഡിറ്റാച്ച്മെന്റ്.
പഠനത്തോടും ഇല്ല, വീട്ടിൽ ഭക്ഷണത്തോടും ഇല്ല, അല്ലെങ്കിൽ വീട്ടുകാരോടും ഇല്ല. അവർ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിട്ട് അവർ കുറേയും കൂടി കൂടുതലായിട്ട് മീഡിയ അഡിക്ഷനിലേക്ക് കടന്നു വരാണ്. അപ്പോൾ മീഡിയയിൽ ഇന്ന് അവരുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും മീഡിയ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവർ ഏത് വേവ് ലെങ്ത്തിലാണ് പോകുന്നത്, ആ വേവ് ലെങ്ത് കൃത്യമായിട്ട് അവർക്ക് മീഡിയയിലൂടെ കിട്ടുന്ന അവസ്ഥയിൽ അവർ കാട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണും. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളിലൊക്കെ ഇത്രമാത്രം ആത്മഹത്യാ പ്രവണതകള്, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യം ആകാതാകുമ്പോൾ അവർ മരിക്കുന്നത്. 2ാം ക്ലാസ്സിലത്തെ കുട്ടി മരിക്കുന്നു, 5ാം ക്ലാസ്സിലത്തെ കുട്ടി മരിക്കുന്നു. അതുപോലെ തന്നെ യുവജനങ്ങള് ഇനി മടുത്തു, ഇനി ജീവിതം വേണ്ട എന്ന് വളരെ ധീരതയോട് ഉദ്ഘോഷിച്ചു പോകുന്ന ഒത്തിരിയേറെ മക്കള് എൻ്റെ ഒരു അനുഭവത്തില്, ഞാൻ എൻ്റെ ഈ പ്രവർത്തന രീതിയിലായിരിക്കുമ്പോഴും എൻ്റെ ഒരു 20 വർഷത്തെ കൗൺസിലിങ്ങിന്റെ വെളിച്ചത്തിലും കണ്ടെത്തിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ സിസ്റ്ററിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പായിട്ട് അച്ഛനോടൊന്ന് ചോദിക്കട്ടെ, കത്തോലിക്ക സഭയുടെ നിലപാട് ആത്മഹത്യയെ കുറിച്ച് എന്താണ്? കാരണം ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, യൂദാസ് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത ഒരു ആളാണ്. ഈശോയുടെ ശിഷ്യനായിട്ടുള്ള വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് നമ്മുടെ സഭ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് സഭയുടെ പഠനങ്ങൾ എന്തൊക്കെയാണ്? കത്തോലിക്ക സഭ മനുഷ്യജീവനെ ദൈവത്തിന്റെ ദാനമായിട്ടാണ് എപ്പോഴും കരുതുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാം തിരുവചനത്തില് അവിടുന്നാണ് ജീവന്റെയും മരണത്തിന്റെയും നാഥൻ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് നമ്മളുടെ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ദൈവമാണ്. ജീവനെ നമ്മൾ ഒരു ദാനമായി, സമ്മാനമായി നമ്മൾ സ്വീകരിക്കണം. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് അയാളുടെ ജീവൻ. അപ്പൊ ആ ജീവൻ സംരക്ഷിക്കുകയും ആ ജീവനിൽ വളരുകയും ആ ജീവനെയും ജീവിതത്തെയും വളർത്തുകയും ചെയ്യുക എന്നത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. 5ാമത്തെ പ്രമാണം പറയുന്നത് കൊല്ലരുത് എന്നാണല്ലോ. ആത്മഹത്യ കൊലപാതകം പോലെ തന്നെ, ഒരാൾ സ്വയം നിഹനിക്കുന്നതാണല്ലോ ആത്മഹത്യ. അപ്പോൾ അത് കൊലപാതകം പോലെ തന്നെ ഗൗരവതരമായിട്ടുള്ള പാപമാണ്. അപ്പൊ ആത്മഹത്യയെ കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു ഒബ്ജക്ടിവിറ്റി ഉണ്ട്, ഒരു സബ്ജക്ടിവിറ്റി ഉണ്ട്. ഒബ്ജക്റ്റീവായി ആത്മഹത്യയെ കത്തോലിക്ക സഭ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റമായിട്ടാണ്, ഒരു തെറ്റായിട്ടാണ് കരുതുന്നത്. അതിനെ എല്ലാ തരത്തിലും നിരുത്സാഹപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ആത്മഹത്യയിൽ ഒരു സബ്ജക്ടിവിറ്റി കൂടി ഉൾച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി ചിലപ്പോൾ രോഗാവസ്ഥയിലായിരിക്കാം. ആ വ്യക്തിയുടെ ഡിപ്രഷനോ നിരാശയോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളോ, അപ്പൊ അതനുസരിച്ച് ആത്മഹത്യ ഗൗരവതരമായിട്ടുള്ള ഒരു കുറ്റമാണെങ്കിൽ പോലും, ഒരു പാപമാണെങ്കിൽ പോലും, ആ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യവും രോഗാവസ്ഥയും അനുസരിച്ച് അതിന്റെ ഗൗരവത്തിൽ വ്യത്യാസമുണ്ട് എന്നുകൂടി പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ ആത്മഹത്യയെയും ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെയും വളരെ കരുണയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് മുമ്പിലേക്ക് കടന്നു വരുമ്പം അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം സഭയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനകളുണ്ട്, സാക്രമെന്റ്സുകളുണ്ട്, അപ്പം അതുപോലെ തന്നെ കുമ്പസാരമുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ കൂദാശകളൊക്കെ എത്രത്തോളം ഒരു വ്യക്തിയെ മുമ്പോട്ട് നയിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് ഈ കൂദാശകളൊക്കെ സഹായിക്കാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളെയും കൂദാശകളുടെ സ്വീകരണം ജീവന്റെ മഹത്വം അത് തിരിച്ചറിയുന്നതിനും അത് ജീവിക്കുന്നതിനുമുള്ള ഒരു കരുത്ത്, അതിനുള്ള ഒരു കൃപ നൽകുന്നുണ്ട്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് ഒരുപക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഡെഡ് എൻഡിൽ എത്തി, മുന്നോട്ടൊരു മാർഗമില്ല എന്ന് തോന്നുമ്പോഴാണല്ലോ. പക്ഷേ നമ്മള് ജീവിതത്തിന്റെ അവസാനം എത്തി എന്ന് തോന്നുമ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പിന്നെയും വളരെയധികം വാതിലുകൾ, സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അത് തിരിച്ചറിയാനായി തീർച്ചയായിട്ടും പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവും ഒരു വ്യക്തിയെ സഹായിക്കും. എപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ഡെഡ് എൻഡ് എത്തിയെന്ന് തോന്നുന്നത്? നമ്മൾ അതിജീവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അത് നമ്മളെ തളർത്തുമ്പോഴാണ്. പക്ഷേ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയെ ഉപരി നന്മയിലേക്ക് നയിക്കാനായി ദൈവം തരുന്നതാണെന്നും, അപ്പൊ ദൈവത്തിലുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടി ഇതിനും ഒരു പരിഹാരം ഉണ്ടാകും. ഒരു
തികച്ചും ബെറ്റർ ആയിട്ടുള്ള മെച്ചപ്പെട്ട ഒരു ജീവിതം ദൈവം ഓരോ വ്യക്തിക്കും വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് സഭയുടെയും സമൂഹത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്വം. അപ്പോൾ ആത്മഹത്യയിലൂടെയും നിരാശയിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളെ കൂദാശകളുടെ സ്വീകരണത്തിലേക്കും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ഒക്കെ നയിക്കുക എന്നത് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഡിപ്രഷനിലാണ്, അതായത് വിഷാദ രോഗത്തിലാണ് ഞാൻ എന്ന് ഓരോരുത്തരും അത് ഓപ്പണായിട്ടൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ ഡിപ്രഷൻ, വിഷാദ രോഗം ആത്മഹത്യയിലേക്ക് നയിക്കുമോ? വിഷാദ രോഗം ആത്മഹത്യയിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നയിക്കും. വിഷാദം ഉള്ളവരെല്ലാവരും ആത്മഹത്യ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ആത്മഹത്യ ചെയ്തവരെ എല്ലാവരും തന്നെ വിഷാദ രോഗികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവര് സെറ്റ് അസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരു സൈഡിലേക്ക് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഈ ലോകത്തില് എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ കൊണ്ട് എല്ലാവരും അടുത്തു, അതുകൊണ്ട് ഞാൻ ഇനി ആരും വേദനിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് കാലം. പക്ഷേ എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും 10 ഒരാള് വിഷാദ രോഗിയാണെന്നാണ് പറയുന്നത്. 10 ഒരാള്. കുട്ടികളുടെ കണക്കെടുക്കുമ്പോൾ നമ്മൾ പറയും 7 ഒരാള് കുട്ടികൾ സ്ട്രെസ്ഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ 10 ഒരാള് ചെറിയ മിനിമം ആയിട്ടാണെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചില ആളുകൾക്ക് അതിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു സോഷ്യൽ വെൽബീയിങ് ഉള്ളത് കൊണ്ട് അവരതിനെ അതിജീവിച്ച് പോകുമ്പോൾ അവർ ചിലപ്പോൾ അതിൽ നിന്ന് ക്യൂർ ആവും. ചില ആളുകൾ സീരീസ് ഓഫ് പ്രോബ്ലംസ് അവരെങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതിന് ഫലമായിട്ട് അവർ പീക്ക് എൻഡിലെത്തും. അപ്പൊ ഈ പീക്ക് എൻഡിൽ എത്തുന്നതിന് മുൻപ് ഒരു ഗൈഡൻസ് സ്വീകരിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് കൗൺസിലിങ്ങിന് പോയാൽ എന്തെങ്കിലും പ്രശ്നമാവോ, ആളുകൾ അറിയോ, മാനസിക രോഗികൾ ഭ്രാന്തുള്ളവരാണ് പോകുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇന്ന് നമ്മുടെ കേരളത്തിൽ വളരെ വലുതായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് റിലീവ്ഡ് ആയിട്ടാണ് പോവുക. നമ്മുടെ നാട്ടിൽ അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ക്ലിയർ ആയിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഉള്ള ആളുകൾ അതിൽ കൂടെ കയറി ഒരു പീക്ക് എൻഡിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 64-65% ആളുകളും ചെറിയ തോതിൽ ഉറങ്ങാനായിട്ട് ഗുളിക കഴിക്കുന്നവരും ഉന്മേഷത്തിന് വേണ്ടി ഗുളിക കഴിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ കൗൺസിലിംഗ് കൊടുക്കുന്നു അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു കൗൺസിലിംഗും ട്രീറ്റ്മെന്റും ഒക്കെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടും 100% നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഒരു സ്റ്റേബിൾ ആക്കാൻ പറ്റിയവരെ. ഇപ്പോ നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു ആള് വരുമ്പോൾ, ഇങ്ങനെ ഒരു വിഷാദ രോഗി നമ്മുടെ മുൻപിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ഒരു QPR മെത്തേഡ് ഉണ്ട്. അവരെ എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ പറയുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിക്കേണ്ട, അവര് ആകെ അസ്വസ്ഥരാകും, അങ്ങനെയല്ല. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കുറെ മാനസിക സംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് അവര് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്, എന്താ പറ്റിയത്, അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ എന്ന് പറയില്ലേ, ഒരു വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരാള് ഒരു ബലൂൺ കാറ്റഴിച്ചു വിടുന്ന പോലെയാണ് അവരെങ്ങനെ ബേസ്റ്റ് ഔട്ട് ചെയ്യും. അവരുടെ എല്ലാ വിഷമങ്ങളും അതിലെ തന്നെ അവർ തുറക്കും. അതൊരു വലിയൊരു കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ ഇപ്പൊ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ്, നമ്മൾ P4 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാ പെർസ്വേഡ് ടു ഗെറ്റ് ഹെൽപ്പ് എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമ്മളിലൂടെ ആവണമെന്നില്ല, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളിലൂടെ കിട്ടുന്ന വിധത്തിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു, ഈ ലെവലിൽ നിൽക്കണം, വളരെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വിഷാദ രോഗിയെ കൗൺസിലിങ്ങിലൂടെ മാത്രം നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാം ഹോം ടാസ്ക്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആളുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊടുക്കാം. ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. തോട്ട് പാറ്റേണിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറെ കൂടി ഒരു പോസിറ്റീവ് അപ്രോച്ചിലേക്ക് കൊണ്ടുവരാന്നുണ്ടെങ്കിലും ഒരാളെ നമ്മൾക്ക് ക്യൂർ ആക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു മെഡിക്കേഷൻ ആവശ്യമുള്ളത് കൊണ്ട് ഒരു സൈക്യാട്രിസ്റ്റിന്റെ സപ്പോർട്ട് നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു QPR മെത്തേഡ് ഇങ്ങനെയുള്ള ആളുകൾക്ക്
അവർക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. സിസ്റ്റർ, ഇപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയാണ്, എനിക്കിനി ജീവിക്കാനായിട്ട് താല്പര്യമില്ല, ഞാൻ മടുത്തു. ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് സഹായിക്കാനായിട്ട് സാധിക്കുന്നത്? ജീവിതം മടുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നത്. ജീവിതം മടുത്തു എന്ന് പറയുന്ന വ്യക്തി തന്നെ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നത്, എന്നെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇനി എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കരം കൊടുക്കാനാകണം. ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു ബലം കൊടുക്കലാണ്. അവിടെ നമ്മളൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നും വേണ്ട. നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിയോട് പറയാണ്, ഒന്നും പേടിക്കേണ്ട, കൂടെയുണ്ട് എന്ന്. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. വളരെയധികം തളർന്നു പോയിട്ട് ഇനി ഞാൻ വേണ്ട ജീവിതത്തിൽ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഈ സിസ്റ്ററിന്റെ അടുത്തേക്ക് പോരെ. അത് ഏത് സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 12 മണി 1 മണി 2 മണി ഒന്നും ഇതിനില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും സിസ്റ്ററിനെ കോണ്ടാക്ട് ചെയ്യാം, എൻ്റെ വിധത്തിലെ ഹെൽപ്പ്. അപ്പൊ അവരുടെ കൂടെയുണ്ടെന്ന് അത് കുഞ്ഞെന്നോട് പറയായിരുന്നു. ആ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ജീവിച്ചത്. ആത്മഹത്യക്കായിട്ട് ഇപ്പൊ ആള് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ആത്മഹത്യ എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അന്ന് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ ഏതോ ഒരു നല്ല നേരത്ത് ഞാൻ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് എന്നുള്ളത് പറയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു വ്യക്തി വരികയാണെങ്കിൽ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൊടുത്താല് എല്ലാ മനുഷ്യർക്കും അതാണ്. എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. അപ്പൊ കൂടെയുണ്ട്, എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, എന്നെ നോക്കാനും എന്നെ പരിഗണിക്കാനും ആളുകളുണ്ട്, എന്നെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ജീവിത വിജയം ഇല്ലല്ലോ. പോളച്ച, പണ്ട് കാലങ്ങളില് ഇപ്പം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിക്കോട്ടെ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിക്കോട്ടെ, ആ മാതാപിതാക്കളും കുട്ടികളും പള്ളിയിലേക്ക് വരികയും ആ ഒരു പ്രശ്നം അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും വീട് സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവർ തുറന്നു പറയുകയും അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അച്ഛന്മാരും സിസ്റ്റേഴ്സും. എന്നാൽ ഇന്നത്തെ കാലത്ത് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഇത് ചെയ്യുന്നതിൽ നിന്നും കുറെ പുറകോട്ട് മാറി നിൽക്കുകയാണ്. അതിന് ചിലപ്പോഴൊക്കെ കാരണമായിട്ട് പറയുന്നത് പലതരത്തിലുള്ള നിയമങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. പ്രൊഫഷണലായിട്ട് പഠിച്ചിരിക്കുന്ന കൗൺസിലേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്, അവരുടെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ കാലഘട്ടം ഈ ഒരു പ്രൊഫഷണലിസത്തിന്റെയും സ്പെഷ്യലൈസേഷന്റെയും കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തില് പ്രാവീണ്യമുള്ള ആള് മാത്രം ആ കാര്യം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ സമൂഹം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ സമൂഹത്തിലുള്ള പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിലുള്ള ഒരു സ്വാധീനം അത് ഇപ്പോഴും വളരെ വലുതാണ്. അത് മാത്രമല്ല, തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായിട്ട് നിർവഹിച്ചുകൊണ്ട് ധാരാളം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ധാരാളം വൈദികരും സിസ്റ്റർമാരും ഉണ്ട്. നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു അച്ഛനെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എന്ന രീതിയിൽ ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളുടെ അടുത്ത് വിഷമവുമായിട്ട് വരുന്ന ഒരു വ്യക്തിയെ കേൾക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറയുന്നത് അവരെ കേൾക്കാൻ ആരുമില്ല, അവരുടെ കൂടെ ആരുമില്ല. പക്ഷെ ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ തുറവിയോടുകൂടി മുൻവിധിയില്ലാതെ കേൾക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് തന്നെ ആ വ്യക്തിയുടെ ഹീലിംഗ് പ്രോസസ്സിന്റെ തുടക്കമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതാണല്ലോ പറഞ്ഞത്, ആടുകളുടെ മണമുള്ള ഇടയന്മാരാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹം പാസ്റ്റർ ലൈഫ് ജീവിക്കുന്ന വ്യക്തികൾക്ക് നൽകിയിരിക്കുന്ന ചലഞ്ച്. അപ്പൊ നമുക്ക് ആടുകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും ഇപ്പോഴും നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഓർക്കാം. എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു, ഇനി പ്രാർത്ഥിച്ചിട്ട് പോലും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അപ്പം അത്തരം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സഭ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? സഭയ്ക്ക് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് കുരിശിലെ ഈശോയാണ്. ഈശോ വളരെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ അപ്പസ്തോലന്മാരെയൊക്കെ തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായ പരിശീലനമൊക്കെ നൽകി അവരെ കൂടെ നടത്തി അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈശോയുടെ പീഡാസഹന ആ നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ശിഷ്യന്മാരും ഈശോയെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈശോ ശിഷ്യന്മാർ ഉപേക്ഷിച്ചു താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴും
പിതാവായ ദൈവത്തിലുള്ള ആ ഒരു പ്രതീക്ഷ ഈശോ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. അത് മാത്രമല്ല, പിതാവായ ദൈവം തനിക്ക് നൽകിയ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലും ക്ലേശങ്ങളും സഹനങ്ങളും എന്ന് ഉള്ള ഒരു ഉറച്ച ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നിരാശകളെയും വേദനകളൊക്കെ ഈശോ അതിജീവിക്കുകയാണ്. ശരിക്ക് ഈശോ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിരാശകളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ വലിയൊരു മാതൃകയാണ്. കാരണം ഈ കുരിശ് അതിൽ തന്നെ ഒരു അവസാനമല്ല, അതിനപ്പുറത്ത് ഉദ്ധാനത്തിന്റെ ഒരു പ്രകാശം, ഒരു ശക്തി, ഒരു അനുഗ്രഹം, അത് എല്ലാ മനുഷ്യരെയും കാത്തിരിപ്പുണ്ട്. കുരിശില്ലാതെ കിരീടമില്ല എന്നൊക്കെയുള്ള ഒരു പഴമൊഴി നാം എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ നിരാശകളിലൂടെ കടന്നു പോകുന്ന എല്ലാ വ്യക്തികളെയും ഈ ഒരു സന്ദേശത്തിലേക്ക്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി നമുക്ക് സമൂഹത്തിന്, അതുപോലെ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും ഒക്കെ സാധിക്കണം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഇടപെടലിലൂടെയൊക്കെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. ഞാൻ സിസ്റ്ററിലേക്ക് വരുമ്പോൾ, സിസ്റ്ററെ, ഒരു തെറ്റിദ്ധാരണയായിരിക്കാം ഇത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മഹത്യ അത് പാരമ്പര്യമാണ്. ഇപ്പൊ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മഹത്യ തോട്ട് പലപ്പോഴും അത് കുട്ടികളിലേക്കും വരാം എന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയാണോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ? അതിൽ സത്യാവസ്ഥയുണ്ട്. കാരണം നമ്മളുടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ പ്രത്യേകതയും നമ്മുടെ ഈവൻ ബോഡി ഇമേജ് എല്ലാ കാര്യത്തിലും ഒരു 6 തലമുറ വരെ പ്രീഡിസ്പോസിഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യ പാരമ്പര്യമായും കിട്ടാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻ തലമുറകളിൽ ഉണ്ടായിട്ടുള്ള ഇമ്പൾസിവിറ്റിയോ മറ്റു വിധത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അക്യൂട്ട് ഡിപ്രഷനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു അംശം നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ട് പരമ്പരാഗതമായി ഇത് കിട്ടാം. അതുകൊണ്ട് പരമ്പരാഗതമായി കിട്ടുന്ന ഒരു സാധനം, അത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ അങ്ങനെ എനിക്ക് പരമ്പരാഗതമായി എൻ്റെ വീടിൻ്റെ ഉള്ളിൽ വീട്ടുകാർ പലരും ഇങ്ങനെ ആത്മഹത്യ ചെയ്തവരുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അറ്റ് പ്രസന്റ് നമ്മൾ അക്വയർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതില് തീർച്ചയായിട്ടും അതില് ഒരു നല്ലൊരു ശതമാനം ഒരു പാരമ്പര്യം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ട്വിൻസ്, ഐഡന്റിക്കൽ ട്വിൻസ്, അങ്ങനെയുള്ള കുട്ടികളിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ മറ്റേ ആള് നമുക്ക് ഒരു 80% നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് പരമ്പരാഗതമായിട്ട് നമുക്ക് അതിനൊരു സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടിയ ഒരു സാധനമാണ്. കിട്ടിയ സാധനത്തെ മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇന്ന് ഇത്രമാത്രം കൾച്ചർ അഡാപ്റ്റേഷനും പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റഡീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഇതുപോലെയുള്ള ഐഡന്റിക്കൽ ട്വിൻസിനെ കുറിച്ച് നമ്മൾ പറയാം. അല്ലെങ്കിൽ സൈക്കോളജിയിൽ നമ്മൾ പറയാ ഏകദേശം ഒരു 14% ആത്മഹത്യകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ ആത്മഹത്യകൾ പാരമ്പര്യമായി കിട്ടിയ ഒരു സ്ട്രക്ചറിന്റെ വെളിച്ചത്തിലാണ് എന്ന് അങ്ങനെയുള്ള ഫാമിലിയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ആത്മഹത്യകളും അങ്ങനെയല്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ്. ഇപ്പൊ പലപ്പോഴും ഈ ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇന്നലെ വരെ എൻ്റെ കൂട്ടത്തിൽ സംസാരിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. അവന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഈ ആത്മഹത്യയുടെ ചിന്തകൾ ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പം ചിലപ്പം കുറച്ച് നാളുകളായിട്ട് ഇവർ ഈ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അത്തരം വ്യക്തികളെ തിരിച്ചറിയാനായിട്ടും അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്? തീർച്ചയായിട്ടും പെട്ടെന്ന് കുട്ടികളെ ഇപ്പോ കൂട്ടുകാരൻ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞോ, അപ്പൊ പറയും ഇല്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഈ അടുത്ത് ഇവിടെ പാലക്കാട് നടന്ന സ്കൂളിൽ നടന്ന മരണത്തിലും പിന്നെ ഈവൻ UP സ്കൂളിൽ നടന്ന മരണത്തിലും തീരെ LP സ്കൂളിൽ നടന്ന മരണത്തിലും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു കാര്യം കേൾക്കുന്നതാണ്, അവർ പലപ്പോഴായിട്ട് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് മാറിപ്പോയിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, ഇനി ഞാൻ ഇങ്ങനെ ഇനി കാണുമെന്നറിയില്ല, എനിക്കൊരു സന്തോഷമില്ല, എനിക്ക് മടുപ്പാണ്
എന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനു മുൻപ് പഠിപ്പിച്ചിരുന്ന ഒരു കോളേജില് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുട്ടി ഭംഗിയായിട്ട് മരിക്കുന്ന അന്ന് ഭംഗിയായിട്ട് അതുമായി ബന്ധപ്പെട്ട അധ്യാപകരും മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി കാണാൻ പറ്റില്ല, ഇങ്ങനെയുള്ള നല്ല വേർഡിങ്സ് ഒക്കെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഇന്ന് കാലഘട്ടത്തില് ഒരു തിരക്കിട്ട വേൾഡില് നമുക്ക് അത് ശ്രദ്ധിച്ച് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടിരിക്കാൻ, ഒരു ഗുഡ് ലിസണർ ആകാൻ, ഇപ്പൊ നമ്മൾ പറയും സൈക്കോളജിയിൽ ഒരു ഗുഡ് ലിസണർ ആകാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം. പിന്നെ വിത്തൗട്ട് ജഡ്ജ്മെന്റ് നമ്മൾ അവരെ കേട്ടിരിക്കണം, അവർ പറയുന്ന പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു അനുഭവം ഇന്ന് കൂടുതലായിട്ട് ഈ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മാർക്കിംഗ് തന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള കുറേ മരണങ്ങള്, ആത്മഹത്യകളുടെ പിന്നാലെ ചികഞ്ഞു പോയപ്പോൾ അവർ ഭംഗിയായിട്ട് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. എനിക്ക് മൊബൈൽ തന്നില്ലെങ്കിൽ ഞാൻ മരിക്കും, ഞാൻ ഇറങ്ങിപ്പോകും. അതൊക്കെ സിംറ്റം അല്ലേ? അപ്പോൾ നമ്മളത് കാര്യഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നും പറയുന്നത് പോലെ. അപ്പൊ ഇങ്ങനെയുള്ള തോട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് എപ്പോഴും കാര്യഗൗരവത്തോടു കൂടി എടുക്കണം. എന്നിട്ട് നമ്മൾ അവർ ഭംഗിയായിട്ട് അതിൽ നിന്ന് പുറത്തു കടത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കുറേം കൂടിയും ഈ ഒരു അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അച്ഛനിലേക്ക് വരുമ്പം കത്തോലിക്ക സഭ ഈ ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അതുപോലെ തന്നെ എപ്പോഴും കത്തോലിക്ക സഭ വിമർശനം നേരിടുന്ന ഒരു മേഖലയാണ് ആത്മഹത്യ ചെയ്തവരുടെ മരിച്ചടക്കവുമായി ബന്ധപ്പെട്ടത്. അതായത് അവരെ സിമിത്തേരിയിൽ അടക്കാറില്ല, അവർ സിമിത്തേരിക്ക് പുറത്താണ് അടക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സഭയുടെ പഠനങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരെ കുറിച്ച് എപ്രകാരമാണ്? അവരെ സിമിത്തേരിക്കുള്ളിൽ അടക്കാറുണ്ടോ? അതുപോലെ തന്നെ അവരുടെ മരിച്ചടക്കിന് ശേഷം സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ചേർത്ത് വെച്ച് ചോദിക്കുന്ന ഒരു കാര്യം, അവരുടെ മരിച്ചടക്കം എപ്രകാരമാണ്? സാധാരണ ഒരു വ്യക്തി മരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു മരിച്ചടക്ക ശുശ്രൂഷകളാണോ ഇവർക്കും ലഭിക്കുന്നത്? കത്തോലിക്ക സഭ ആത്മഹത്യ ചെയ്തവരെ കുറിച്ച് വളരെ അനുഭാവപൂർവമായിട്ടുള്ള ഒരു മനോഭാവമാണ് ഇപ്പോൾ പുലർത്തുന്നത്. അവർക്ക് ഒരു സാധാരണ ഒരു മൃതസംസ്കാര ശുശ്രൂഷ നൽകാതിരുന്നത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. 1983 കാനൻ ലോ പരിഷ്കരിച്ചതിന് ശേഷം, അതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും അതുപോലെ മനഃശാസ്ത്രത്തിന്റെയൊക്കെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് സഭ പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ വളരെ മാരകമായ ഒരു തിന്മയാണെങ്കിൽ പോലും, ഒരു പാപമാണെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മഹത്യക്ക് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഒബ്ജക്റ്റീവായിട്ട് ആത്മഹത്യ അത് നമ്മൾ എല്ലായ്പ്പോഴും നിരാകരിക്കേണ്ട കാര്യമാണ്. എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി ഒരുപക്ഷെ ആ വ്യക്തിയുടെ രോഗാവസ്ഥയിൽ നിന്നായിരിക്കാം ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻവിധിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെ സഭ വളരെ അനുഭാവപൂർവമാണ് സമീപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മരിച്ച വ്യക്തിക്ക് ലഭിക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത വ്യക്തികൾക്കും സഭ നൽകുന്നത്. അതായത് സാധാരണ എല്ലാ വ്യക്തികളെ അടക്കുന്നത് പോലെ തന്നെ സിമിത്തേരിയിൽ അവരെ അടക്കുന്നു. അത് മാത്രമല്ല, മരിച്ച ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷകളും ആത്മഹത്യ ചെയ്ത വ്യക്തികൾക്കും നൽകുന്നുണ്ട്. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയുടെ അനന്തമായ കൃപയാൽ, കാരുണ്യത്താൽ ആത്മഹത്യ ചെയ്ത വ്യക്തികളെ നിത്യസൗഭാഗ്യത്തിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുമെന്നാണ് അവരെക്കുറിച്ച് സഭയ്ക്കുള്ള വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയും. ആത്മഹത്യയെക്കുറിച്ചുള്ള ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ആത്മഹത്യ ഒരിക്കലും ജീവിതത്തിലെ ഒരു ഓപ്ഷൻ അല്ല. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ അതിനെ നേരിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പൊ കൂടെയുള്ളവർ തന്നെയാണ് ഇതിനൊരു ശക്തിയായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത്. ഇപ്പൊ കൂടെയുള്ളവരോട് അത് ഷെയർ ചെയ്യാനായിട്ടും വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ടും അല്ലെങ്കിൽ കൗൺസിലിംഗിൽ പോകാനായിട്ടും നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ ആണെങ്കിലും വിവിധ കുദാശകളിലൂടെ ആണെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കാനായിട്ടും അവിടെയുള്ള അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനായിട്ടും ഒക്കെ നമ്മൾ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യയിൽ നിന്നും ഏതൊരു പ്രായക്കാർക്കും മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മഹത്യ ഇല്ലാതെ ജീവിതം വളരെ മനോഹരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.